വെൽക്കം ബാക്ക് മൈ ഡിയർ സ്റ്റുഡൻസ് ആൻഡ് ഫ്രണ്ട്സ്. അക്കൗണ്ടൻസിയുടെയോ ബിസിനസ് സ്റ്റഡീസിൻ്റെയോ വീഡിയോ കാണുന്നതിനും നോട്ട്സ് ഡൗൺലോഡ് ചെയ്യുന്നതിനും ബ്ലോഗ് സന്ദർശിക്കുക www.manojmelekandi.blogspot.com. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് എങ്ങനെ ഒരു സിംഗിൾ കോളം ക്യാഷ് ബുക്ക് തയ്യാറാക്കാം എന്നുള്ളതാണ് അല്ലേ. ഇനി ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ഡബിൾ കോളം ക്യാഷ് ബുക്കാണ്. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച സിംഗിൾ കോളം ക്യാഷ് ബുക്ക് എന്ന് പറയുമ്പോൾ റെസീറ്റ് സൈഡ്, ദാറ്റ് ഈസ് ഡെബിറ്റ് സൈഡിലും അതുപോലെ തന്നെ ക്രെഡിറ്റ് സൈഡിലും ഓരോ എമൗണ്ട് കോളം വീതം കൊടുത്തുകൊണ്ട് ക്യാഷ് ബുക്ക് തയ്യാറാക്കുകയാണ് നമ്മൾ ചെയ്തത്. ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ഡബിൾ കോളം ക്യാഷ് ബുക്കാണ്. അപ്പോൾ ഡബിൾ കോളം ക്യാഷ് ബുക്ക് എന്ന് പറയുമ്പോൾ ക്യാഷ് ബുക്കിൻ്റെ ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റ് സൈഡിലും രണ്ട് എമൗണ്ട് കോളം വീതം കൊടുത്തുകൊണ്ട് ക്യാഷ് ബുക്ക് തയ്യാറാക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ രണ്ട് എമൗണ്ട് കോളം വീതം കൊടുക്കുക എന്ന് പറയുമ്പോൾ അത് ഒരു എമൗണ്ട് കോളം എന്ന് പറയുന്നത് ക്യാഷ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാനും മറ്റൊരു കോളം എന്ന് പറയുന്നത് ബാങ്ക് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാനുമാണ്. നമുക്ക് നോക്കാം. വെൻ two amount columns are provided on both sides of the cash book, it is called double column cash book. One column is for recording cash transactions and another column is for recording bank transactions. അതുപോലെ ഒരു ബിസിനസ് ബാങ്കിൽ പോയി അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ സാധാരണയായിട്ട് ഓപ്പൺ ചെയ്യുന്ന അക്കൗണ്ട് എന്ന് പറയുന്നത് കറണ്ട് അക്കൗണ്ടാണ്. അപ്പോൾ ബിസിനസ്സിന് വേണ്ടി ഓപ്പൺ ചെയ്യുന്ന ബാങ്ക് അക്കൗണ്ടിനാണ് പറയുന്നത് കറണ്ട് അക്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ കറണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ സാധാരണയായിട്ട് ബാങ്ക് ബിസിനസ്സിന് ഒരുപാട് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്ന അത്തരം എക്സ്ട്രാ സർവീസസിന് പകരമായിട്ട് ബാങ്ക് ഒരു ചെറിയ സർവീസ് ചാർജ് ഈടാക്കും. അതിനെയാണ് പറയുന്നത് ഇൻസിഡൻ്റൽ ചാർജസ് എന്ന് പറയുന്നത്. നോക്കാം. A businessman generally opens a current account with a bank. The amount charged by banks for providing services to current accounts is called incidental charges. അതുപോലെ തന്നെ ബാങ്കിൽ പൈസ ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു ചെറിയൊരു ഫോം ഫില്ല് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഫില്ല് ചെയ്യുന്ന ആ ഫോമിനെയാണ് പറയുന്നത് പേ ഇൻ സ്ലിപ്പ്. ഈ പേ ഇൻ സ്ലിപ്പിന് രണ്ട് ഭാഗങ്ങളുണ്ടാവും. അതിൽ ഒരു ഭാഗം ബാങ്ക് വെട്ടിയെടുത്ത് ബാങ്കിൻ്റെ കയ്യിൽ സൂക്ഷിക്കും, മറ്റൊരു ഭാഗത്തിൽ ബാങ്ക് ഇനീഷ്യൽ ചെയ്ത് സീലും വെച്ച് നമുക്ക് ഇങ്ങോട്ട് തിരിച്ചു തരും. അങ്ങനെ തിരിച്ചു തരുന്ന ആ ഒരു കൗണ്ടർ ഫോയിൽ, പേ ഇൻ സ്ലിപ്പിൻ്റെ കൗണ്ടർ ഫോയിലാണ് നമ്മൾ പൈസ ഡെപ്പോസിറ്റ് ചെയ്തതിന് തെളിവായിട്ട് നമ്മൾ സൂക്ഷിക്കുന്നത്. അതുപോലെ തന്നെ ബാങ്കിൽ നിന്നും പൈസ പിൻവലിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻറ്റിന് പറയുന്ന പേരാണ് ചെക്ക്. നോക്കാം. Pay in slip is used for depositing money into the bank account. Check is used for withdrawing money from bank. സാധാരണയായിട്ട് ഒരാൾ വേറൊരാൾക്ക് ചെക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ ചെക്കുമായിട്ട് ആര് ബാങ്കിൽ പോയി കഴിഞ്ഞാലും ബാങ്ക് കാഷ്യർ തന്നെ ആ ചെക്കിൻ്റെ പൈസ ഡയറക്റ്റായിട്ട് അദ്ദേഹത്തിന് കൊടുക്കും. ആ ചെക്ക് കൊണ്ടുവരുന്നത് ആരാണ് എന്ന് നോക്കേണ്ട ബാധ്യത ബാങ്കിനില്ല. ആര് ചെക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാലും ആ ചെക്കിൻ്റെ പൈസ ക്യാഷ്യർ ഡയറക്റ്റായിട്ട് അവർക്ക് കൊടുക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ചെക്ക് കൊടുക്കുമ്പോൾ ചെക്കിന് കുറച്ചുകൂടി സേഫ്റ്റി എൻഷുർ ചെയ്യാൻ വേണ്ടി ആരാണ് ഈ ചെക്കിൻ്റെ പൈസ മാറുന്നത് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി സാധാരണയായിട്ട് ചെക്ക് ക്രോസ് ചെയ്യും. അപ്പോൾ ക്രോസിംഗ് ഓഫ് ചെക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെക്കിൽ രണ്ട് പാരലൽ ലൈൻസ് ഡ്രോ ചെയ്യുന്നതിനാണ് പറയുന്നത് ക്രോസിംഗ് ഓഫ് ചെക്സ് എന്ന് പറയുന്നത്. സാധാരണയായിട്ട് ചെക്കിൻ്റെ മുകളിൽ ഇടതുവശത്തായിട്ടാണ് രണ്ട് പാരലൽ ലൈൻ ഡ്രോ ചെയ്യുക. ഇത് ഇപ്പോൾ കാണുന്നത് പോലെ രണ്ട് ലൈന് ചെക്കിൽ ഡ്രോ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് പറയുന്നത് ക്രോസിംഗ് ഓഫ് ചെക്സ് എന്ന് പറയുന്നത്. അങ്ങനെ ചെക്ക് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ആ ചെക്കിൻ്റെ പൈസ പേ ചെയ്യുന്നത് ഏതെങ്കിലും ഒരു അക്കൗണ്ടിലൂടെ മാത്രമാണ്. ആരാണോ ചെക്കുമായിട്ട് ബാങ്കിൽ പോകുന്നത് ആ ബാങ്കിൽ പോകുന്നവർ ആദ്യം ആ ചെക്കിൻ്റെ പൈസ അയാളുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അതിനുശേഷം അയാളുടെ അക്കൗണ്ടിൽ നിന്ന് ആ പൈസ പിൻവലിക്കാം. അപ്പോൾ എപ്പോഴും നോക്കിക്കഴിഞ്ഞാലും ഈ ചെക്കിൻ്റെ പൈസ ആരാണ് പിൻവലിച്ചത്, ഏത് അക്കൗണ്ടിലൂടെയാണ് പിൻവലിച്ചതെന്ന് നമുക്ക് നോക്കിയാൽ മനസ്സിലാവുന്നതാണ്. നോക്കാം. ക്രോസിംഗ് ഓഫ് ചെക്സ്. വെൻ ടു പാരലൽ ലൈൻസ് ആർ ഡ്രോൺ അക്രോസ് ദി ചെക്ക് ഇറ്റ് ഈസ് സെഡ് ടു ബി ക്രോസ്ഡ്. ദി പേയ്മെൻറ്റ് ഓഫ് എ ക്രോസ്ഡ് ചെക്ക് കനോട്ട് ബി മെയ്ഡ് ഡയറക്റ്റ് ടു ദി പാർട്ടി ഓൺ ദി കൗണ്ടർ. It is to be paid only through a bank account. The various types of crossing are
ഫസ്റ്റ് അക്കൗണ്ട് പേ ഓൺലി. അക്കൗണ്ട് പേ ഓൺലി ക്രോസിംഗ് ആണെങ്കിൽ ആരുടെ പേരാണോ ചെക്കിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അയാളുടെ അക്കൗണ്ടിലൂടെ മാത്രമേ ആ ചെക്കിൻ്റെ പൈസ പിന്നെ കൊടുക്കാൻ വേണ്ടി പാടുള്ളൂ. നോക്കാം. ഇൻ കേസ് ഓഫ് ആൻ അക്കൗണ്ട് പേ ഓൺലി ക്രോസിംഗ്, the amount of the check can be deposited only in the account of the person whose name appears on the check. നെക്സ്റ്റ് സ്പെഷ്യൽ ക്രോസിംഗ്. ആ ഒരു 2 ലൈൻ ഡ്രോ ചെയ്യുന്നതിൻ്റെ ഉള്ളിൽ ഏതെങ്കിലും ഒരു ബാങ്കിൻ്റെ പേരെഴുതുകയാണെങ്കിൽ അതിനെയാണ് പറയുന്നത് സ്പെഷ്യൽ ക്രോസിംഗ് എന്ന് പറയുന്നത്. അങ്ങനെ ആ 2 പാരലൽ ലൈൻസിനുള്ളിൽ ഒരു ബാങ്കിൻ്റെ പേരെഴുതി കഴിഞ്ഞാൽ ആ ഒരു ചെക്കിൻ്റെ പൈസ ആ ബാങ്കിലൂടെ മാത്രമേ കൈമാറാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. നോക്കാം. വെൻ ദി നെയിം ഓഫ് ദി ബാങ്ക് ഈസ് റിട്ടൺ ബിറ്റ്വീൻ 2 പാരലൽ ലൈൻസ് ഇറ്റ് ബിക്കംസ് എ സ്പെഷ്യൽ ക്രോസിംഗ് ആൻഡ് ദി പേയ്മെൻറ്റ് ക്യാൻ ബി മെയ്ഡ് ഓൺലി ടു ദി ബാങ്ക് ഹൂസ് നെയിം ഹാസ് ബീൻ റിട്ടൺ ബിറ്റ്വീൻ ദി 2 പാരലൽ ലൈൻസ്. സാധാരണയായിട്ട് ഒരു ചെക്ക് വേറൊരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് ആ ചെക്ക് മറ്റൊരാളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അതിന് പ്രത്യേകിച്ച് പ്രൊസീജിയർ ഒന്നും തന്നെ ഇല്ല. അതിനാണ് പറയുന്നത് ബെയറർ ചെക്ക് എന്ന് പറയുന്നത്. അതുപോലെ ഈ ചെക്ക് ക്രോസ്ഡ് ആണെങ്കിൽ ആ ചെക്ക് ഇതുപോലെ ഈസി ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി പാടില്ല. അത് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുന്നേ ആ ചെക്കിൻ്റെ ബാക്കിൽ ഇന്നയാൾക്ക് ഈ ചെക്കിൻ്റെ പൈസ കൊടുക്കണം എന്ന് എഴുതി അതിൻ്റെ അകത്ത് ഒപ്പിട്ടിരിക്കണം. അങ്ങനെ സൈൻ ചെയ്യുന്നതിനാണ് പറയുന്നത് എൻഡോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ എൻഡോസ് ചെയ്തതിന് ശേഷം മാത്രമേ അത് പിന്നെ മറ്റൊരാളിലേക്ക് കൈമാറാൻ വേണ്ടി പാടുള്ളൂ. നോക്കാം. എ ബെയറർ ചെക്ക് ക്യാൻ ബി പാസ്ഡ് ഓൺ ബൈ മിയർ ഡെലിവറി. ആൻ ഓർഡർ ചെക്ക് ക്യാൻ ബി ട്രാൻസ്ഫേർഡ് ബൈ എൻഡോഴ്സ്മെൻറ്റ് ആൻഡ് ഡെലിവറി. എൻഡോഴ്സ്മെൻറ്റ് മീൻസ് ദി റൈറ്റിംഗ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ടു പേ ദി ചെക്ക് ടു എ പർട്ടിക്കുലർ പേഴ്സൺ ആൻഡ് ദെൻ സൈനിങ് ഇറ്റ് ഓൺ ദി ബാക്ക് ഓഫ് ദി ചെക്ക്. നെക്സ്റ്റ് നമുക്ക് നോക്കാം ഫോർമാറ്റ് ഓഫ് ഡബിൾ കോളം ക്യാഷ് ബുക്ക്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ക്യാഷ് ബുക്ക് എന്ന ഹെഡിങ് കൊടുക്കുക. ഡെബിറ്റ് സൈഡ്, ക്രെഡിറ്റ് സൈഡ്. ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റ് സൈഡിലും 2 എമൗണ്ട് കോളം വീതം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഡെബിറ്റ് സൈഡിൽ വരുന്ന ഡിഫറെൻറ്റ് കോളംസ് ഡേറ്റ്, റെസീറ്റ്, ലെഡ്ജർ ഫോളിയോ, നെക്സ്റ്റ് എമൗണ്ട് കോളം ക്യാഷ്, നെക്സ്റ്റ് എമൗണ്ട് കോളം ബാങ്ക്. അതുപോലെ ക്രെഡിറ്റ് സൈഡിൽ വരുന്നത് ഡേറ്റ്, പേയ്മെൻറ്റ്സ്, ലെഡ്ജർ ഫോളിയോ, എമൗണ്ട് കോളംസ് ആണ്. ഫസ്റ്റ് എമൗണ്ട് കോളം ക്യാഷ്, സെക്കൻഡ് ബാങ്ക്. ഇപ്പോൾ എല്ലാ റെസീറ്റ്സും ക്യാഷുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ റെസീറ്റ്സും ഡെബിറ്റ് സൈഡിൽ ക്യാഷ് കോളത്തിൽ രേഖപ്പെടുത്തണം. ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട റെസീറ്റ് ആണെങ്കിൽ ഡെബിറ്റ് സൈഡിൽ ബാങ്ക് കോളത്തിൽ രേഖപ്പെടുത്തും. അതുപോലെ എല്ലാ പേയ്മെൻറ്റ്സ് ക്യാഷുമായിട്ട് ബന്ധപ്പെട്ട പേയ്മെൻറ്റ്സ് ആണെങ്കിൽ അതെല്ലാം പേയ്മെൻറ്റ് സൈഡിൽ ക്യാഷ് കോളത്തിൽ രേഖപ്പെടുത്തണം. ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട പേയ്മെൻറ്റ്സ് ആണെങ്കിൽ അതെല്ലാം തന്നെ പേയ്മെൻറ്റ് സൈഡിൽ ബാങ്ക് കോളത്തിൽ വേണം രേഖപ്പെടുത്താൻ. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഫ്രം ദി ഫോളോയിങ് ട്രാൻസാക്ഷൻസ് പ്രിപ്പയർ എ ഡബിൾ കോളം ക്യാഷ് ബുക്ക്. 1st February 2019 ക്യാഷ് ഇൻ ഹാൻഡ് 40,000, ബാങ്ക് ബാലൻസ് 25,000. 2nd February 2019 purchased goods rupees 10,000. 4th February 2019 postage paid by check rupees 2,000. 5th February 2019 wages paid rupees 3,000. 6th February 2019 cash sales rupees 1,000. 7th February 2019 cash received by check rupees 3,000. നെക്സ്റ്റ് ഒരു ഡബിൾ കോളം ക്യാഷ് ബുക്ക് വരെയാ. അതിൻ്റെ അകത്ത് ഫസ്റ്റ് പറയുന്നത് ക്യാഷ് ഇൻ ഹാൻഡ് 40,000, ബാലൻസ് 25,000. അത് രണ്ടും ക്യാഷിൻ്റെയും ബാങ്കിൻ്റെയും ഓപ്പണിംഗ് ബാലൻസ് ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ക്യാഷിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറയുന്നത് എപ്പോഴും ഡെബിറ്റിൽ മാത്രമേ വരൂ. ബാങ്കിൻ്റെ ബാലൻസ് എന്ന് പറയുന്നത് ഡെബിറ്റും വരാം, ക്രെഡിറ്റും വരാം. പക്ഷേ ഇവിടെ എന്താണ് ബാലൻസ് എന്ന് കൃത്യമായിട്ട് പറയാത്തതുകൊണ്ട് ബാങ്കിൻ്റെ ബാലൻസും ഡെബിറ്റായിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഓപ്പണിംഗ് ബാലൻസ് ക്യാഷ് ബുക്കിൽ കാണിക്കണം. അതിന് വേണ്ടിയിട്ട് ഡേറ്റ് കോളത്തിൽ ഓപ്പണിംഗ് ഡേറ്റ് കാണിക്കുക. 1st February 2019 ബാലൻസ് ബ്രോ ഡൗൺ. ഓപ്പണിംഗ് ബാലൻസ് ആണ്, അതുകൊണ്ട് തന്നെ ബ്രോ ഡൗൺ എന്നാണ് കാണിക്കേണ്ടത്. അത് ക്യാഷ് കോളത്തിൽ ക്യാഷിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ആയ 40,000, ബാങ്ക് കോളത്തിൽ ബാങ്കിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ആയ 25,000. ഒരു ബാലൻസ് ബ്രോ ഡൗൺ മതി. അതിൻ്റെ നേർക്ക് ക്യാഷിൻ്റെയും ബാങ്കിൻ്റെയും ഓപ്പണിംഗ് ബാലൻസസ് എഴുതിയാൽ മതി. നെക്സ്റ്റ് 2nd February 2019 പർച്ചേസ്ഡ് ഗുഡ്സ് rupees 10,000. 10,000 rupees കൊടുത്തുകൊണ്ട് സാധനങ്ങൾ വാങ്ങിച്ചു എന്ന് പറയുമ്പോൾ ഏത് സൈഡിലായിരിക്കും രേഖപ്പെടുത്തുക?
റെസീറ്റ് സൈഡ് ആയിരിക്കുമോ പേയ്മെൻറ്റ് സൈഡ് ആയിരിക്കുമോ? യെസ്, ഷുവർലി അത് പേയ്മെൻറ്റ് സൈഡിലായിരിക്കും രേഖപ്പെടുത്തേണ്ടത്. ഏത് കോളത്തിൽ? ക്യാഷ് കോളായിരിക്കുമോ ബാങ്ക് കോളായിരിക്കുമോ? പേ ചെയ്യുന്നത് ക്യാഷ് ആണ്, അതുകൊണ്ട് തന്നെ ക്യാഷ് കോളത്തിലായിരിക്കും. അപ്പോൾ പേയ്മെൻറ്റ് സൈഡിൽ 2 February 2019 പർച്ചേസ് ക്യാഷ് കോളത്തിൽ 10,000. ബാങ്ക് പേ ചെയ്യുന്നില്ല, അതുകൊണ്ട് തന്നെ ബാങ്ക് കോളത്തിലൊന്നും എഴുതണ്ട. നെക്സ്റ്റ് 4 February 2019 പോസ്റ്റേജ് പെയ്ഡ് ബൈ ചെക്ക് ₹2,000. പോസ്റ്റേജ് പെയ്ഡ് ബൈ ചെക്ക് എന്ന് പറയുമ്പോൾ റെസീറ്റ് സൈഡ് ആയിരിക്കുമോ പേയ്മെൻറ്റ് സൈഡ് ആയിരിക്കുമോ? യെസ്, ഇത് പേയ്മെൻറ്റ് സൈഡിലാണ് രേഖപ്പെടുത്തേണ്ടി വരിക, കാരണം പോസ്റ്റേജ് പെയ്ഡ് ആണ്. ഇനി ക്യാഷ് കോൾ ആയിരിക്കുമോ ബാങ്ക് കോൾ ആയിരിക്കുമോ? ചെക്കാണ് പേ ചെയ്തത്, അതുകൊണ്ട് തന്നെ യെസ് ബാങ്ക് കോളത്തിലായിരിക്കും രേഖപ്പെടുത്തേണ്ടത്. ഇപ്പോഴും വരുന്നത് 4 February 2019 പേയ്മെൻറ്റ് കോളത്തിൽ പോസ്റ്റേജ്, ക്യാഷ് കോളത്തിലൊന്നും രേഖപ്പെടുത്തേണ്ട, കാരണം ക്യാഷ് പേ ചെയ്യുന്നില്ല. ബാങ്ക് കോളത്തിൽ 2,000. നെക്സ്റ്റ് 5 February 2019 വേജസ് പെയ്ഡ് ₹3,000. വേജസ് കൊടുത്തു 3,000 രൂപ എന്ന് പറയുമ്പോൾ സൈഡ് എന്ന് പറയുന്നത് യെസ് ഷുവർലി പേയ്മെൻറ്റ് സൈഡ് ആയിരിക്കും. കോളം എന്ന് പറയുന്നത് ക്യാഷ് കോൾ ആയിരിക്കും, ക്യാഷ് ആണ് പേ ചെയ്യുന്നത്. ഇപ്പോൾ 5 February 2019 വേജസ് 3,000 ക്യാഷ് കോളം. നെക്സ്റ്റ് 6 February 2019 ക്യാഷ് സെയിൽസ് ₹1,000. ക്യാഷ് സെയിൽസ് സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് എന്ന് പറയുമ്പോൾ ക്യാഷ് കിട്ടുമോ കൊടുക്കുമോ? യെസ്, ക്യാഷ് കിട്ടുകയാണ് ചെയ്യുക, അതുകൊണ്ട് തന്നെ സൈഡ് എന്ന് പറയുന്നത് യെസ് റെസീറ്റ് സൈഡിലാണ് രേഖപ്പെടുത്തേണ്ടത്. കോളം ബാങ്ക് കോളായിരിക്കുമോ ക്യാഷ് കോളായിരിക്കുമോ? ക്യാഷ് ആണ് കിട്ടുന്നത്, അതുകൊണ്ട് തന്നെ ക്യാഷ് കോളമായിരിക്കും. ഇപ്പോൾ രേഖപ്പെടുത്തേണ്ടത് 6 February 2019 സെയിൽസ് ക്യാഷ് കോളത്തിൽ 1,000. നെക്സ്റ്റ് 7 February 2019 റെൻറ്റ് റിസീവ്ഡ് ബൈ ചെക്ക് ₹3,000. റെൻറ്റ് കിട്ടി, ചെക്കായിട്ടാണ് കിട്ടിയത്. അപ്പോൾ ചെക്കായിട്ട് റെൻറ്റ് കിട്ടി എന്ന് പറയുമ്പോൾ ആദ്യം ഏത് സൈഡായിരിക്കും തീരുമാനിക്കുക? റെസീറ്റ് സൈഡ് ആയിരിക്കുമോ പേയ്മെൻറ്റ് സൈഡ് ആയിരിക്കുമോ? കിട്ടിയതാണ്, അതുകൊണ്ട് തന്നെ അത് യെസ് റെസീറ്റ് സൈഡിലായിരിക്കും രേഖപ്പെടുത്തേണ്ടത്. ഇനി ഏതാണ് കോളെന്ന് കൂടി തീരുമാനിക്കുക. ചെക്കായിട്ടാണ് കിട്ടിയത്, അപ്പോൾ ക്യാഷ് കോളായിരിക്കുമോ ബാങ്ക് കോളായിരിക്കുമോ? യെസ്, ഡെഫിനറ്റ്ലി ബാങ്ക് കോളത്തിലാണ് രേഖപ്പെടുത്തേണ്ടത്. ഇപ്പോൾ രേഖപ്പെടുത്തുക 7 February 2019 റെൻറ്റ് ബാങ്ക് കോളത്തിൽ 3,000. ഇതോടുകൂടി നമുക്ക് തന്നിരിക്കുന്ന ട്രാൻസാക്ഷൻസ് കംപ്ലീറ്റ് ആയി. ഇനി ക്യാഷ് കോളവും ബാങ്ക് കോളവും ടോട്ടൽ ചെയ്യുക, ബാലൻസ് ചെയ്യുക. അപ്പോൾ ആദ്യം നമുക്ക് ക്യാഷ് കോളം ടോട്ടൽ ചെയ്യുക, ബാലൻസ് ചെയ്യുക, അതിനുശേഷം ബാങ്ക് കോളം ചെയ്യുക. അപ്പോൾ ക്യാഷ് കോളം ടോട്ടൽ ചെയ്യുമ്പോൾ ഡെബിറ്റ് ടോട്ടൽ കിട്ടുന്നത് 41,000, ക്രെഡിറ്റ് ടോട്ടൽ കിട്ടുന്നത് 13,000 മാത്രമാണ്. അപ്പോൾ കൂടുതലായിട്ട് കിട്ടുന്നത് ഡെബിറ്റ് ആണ്, അതുകൊണ്ട് തന്നെ ഡെബിറ്റിൽ കിട്ടിയ 41,000 ഡെബിറ്റിലും ക്രെഡിറ്റിലും രേഖപ്പെടുത്തുക. ഡിഫറൻസ് ആയിട്ട് കിട്ടുന്നത് ക്രെഡിറ്റിലാണ് 28,000. അതിന് നേർക്ക് എഴുതുക ബാലൻസ് ക്യാരിഡ് ഔട്ട്. ലാസ്റ്റ് ട്രാൻസാക്ഷൻ ഡേറ്റ് നമുക്ക് രേഖപ്പെടുത്താം 7 February 2019. ഇനി ബാങ്ക് കോളം കൂടി നമുക്ക് ടോട്ടൽ ചെയ്യാം. ഡെബിറ്റ് ടോട്ടൽ 28,000, ക്രെഡിറ്റ് ടോട്ടൽ 2,000. അപ്പോൾ കൂടുതൽ കിട്ടിയത് ഡെബിറ്റിലാണ്, അത് രണ്ട് സൈഡിൽ എഴുതുക 28,000. നെക്സ്റ്റ് ഡിഫറൻസ് ആയിട്ട് വരുന്നത് ക്രെഡിറ്റിലാണ് 26,000, അത് ബാലൻസ് ആണ്. അപ്പോൾ ബാലൻസ് ക്യാരി ഡൗൺ എന്ന് ഒരിക്കൽ അവിടെ എഴുതിയിട്ടുണ്ട്, അതിന് നേർക്ക് എഴുതിയാൽ മതി 26,000. അപ്പോൾ ക്യാഷിൻ്റെ ക്ലോസിംഗ് ബാലൻസ് 28,000ഉം ബാങ്കിൻ്റെ ക്ലോസിംഗ് ബാലൻസ് 26,000ഉം കിട്ടും. അതിനുശേഷം ടോട്ടലിന് ശേഷം ഓപ്പോസിറ്റ് സൈഡിൽ ഈ ബാലൻസ് ബ്രോ ഡൗൺ ചെയ്യാം. അപ്പോൾ ടോട്ടലിന് ശേഷം ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ ഡെബിറ്റ് സൈഡിൽ നെക്സ്റ്റ് ഡേ കാണിക്കുക 8 February 2019 ബാലൻസ് ബ്രോ ഡൗൺ 28,000 ക്യാഷ്, ബാങ്ക് 26,000. നെക്സ്റ്റ് അടുത്തൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഫ്രം ദി ഫോളോയിങ് ട്രാൻസാക്ഷൻസ് പ്രിപ്പയർ എ ഡബിൾ കോളം ക്യാഷ് ബുക്ക്. 1 February 2019 cash in hand 50,000, bank balance 30,000. 2 February 2019 cash withdrawn from bank ₹20,000. 4 February 2019 cash deposited into bank ₹10,000. ഇനി ഒരു ക്യാഷ് ബുക്ക് വരിക, ഡബിൾ കോളം ക്യാഷ് ബുക്ക്. അതിനകത്ത് ഫസ്റ്റ് പറയുന്നത് 1 February 2019 ക്യാഷ് ഇൻ ഹാൻഡ് 50,000, ബാങ്ക് ബാലൻസ് 30,000. അപ്പോൾ അത് രണ്ടും ഓപ്പണിംഗ് ബാലൻസസ് ആണ്. ക്യാഷിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് 50,000ഉം ബാങ്കിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് 30,000. അത് ആദ്യം രേഖപ്പെടുത്തുക. ഡെബിറ്റ് സൈഡിൽ 1 February 2019 ബാലൻസ് ബ്രോ ഡൗൺ, ക്യാഷ് കോളത്തിൽ 50,000, ബാങ്ക് കോളത്തിൽ 30,000.
നെക്സ്റ്റ് 2nd February 2019 ക്യാഷ് വിഡ്രോൺ ഫ്രം ബാങ്ക് ₹20,000. ബാങ്കിൽ നിന്നും പൈസ പിൻവലിച്ചു. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ബാങ്കിൽ നിന്നും പൈസ പിൻവലിക്കുമ്പോൾ പൈസ നമുക്ക് കിട്ടണം, ബാങ്ക് ബാലൻസ് കുറയും വേണം. നമ്മുടെ ക്യാഷ് കൂടുന്നതായിട്ടും കാണിക്കണം, ബാങ്ക് ബാലൻസ് കുറയുന്നതായിട്ടും കാണിക്കണം. കാരണം ബാങ്കിൽ നിന്ന് പൈസ പിൻവലിക്കുമ്പോൾ ക്യാഷ് നമുക്ക് കിട്ടുന്നുണ്ട്, അറ്റ് ദി സെയിം ടൈം നമ്മുടെ ബാങ്ക് ബാലൻസ് കുറയും വേണം. അപ്പോൾ ക്യാഷ് നമുക്ക് കിട്ടുന്നുണ്ട് എന്ന് പറയുമ്പോൾ ക്യാഷ് നമ്മൾ രേഖപ്പെടുത്തേണ്ടത് റെസീറ്റ് സൈഡിലായിരിക്കണം. കാരണം നമുക്ക് കിട്ടുന്നതാണ്, ക്യാഷ് ബാലൻസ് കൂടുകയാണ് വേണ്ടത്. അപ്പോൾ റെസീറ്റ് സൈഡിൽ ക്യാഷ് കോളത്തിൽ ആദ്യം കാണിക്കുക 20,000, അതിന് നേർക്ക് എഴുതുക ബാങ്ക്. ഡേറ്റ് കോളത്തിൽ 2nd February 2019. അപ്പോൾ ക്യാഷ് കോളത്തിൽ 20,000 എഴുതി കഴിഞ്ഞാൽ പിന്നെ റെസീറ്റ് കോളത്തിൽ നമ്മൾ വീണ്ടും ക്യാഷ് എന്ന് എഴുതി പോയത്, അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന അക്കൗണ്ടാണ് എഴുതേണ്ടത്, ബാങ്ക് എന്നാണ് എഴുതേണ്ടി വരിക. അതുപോലെ ബാങ്ക് ബാലൻസ് കുറയണം. ബാങ്ക് ബാലൻസ് കുറയണമെങ്കിൽ നമ്മൾ പേയ്മെൻറ്റ് സൈഡിൽ ബാങ്ക് കോളത്തിൽ അത് രേഖപ്പെടുത്തണം. ഇപ്പോൾ ക്രെഡിറ്റ് സൈഡിൽ പേയ്മെൻറ്റ് സൈഡിൽ ബാങ്ക് കോളത്തിൽ എഴുതുക 20,000. അതിൻ്റെ ഡേറ്റ് എഴുതുക 2nd February 2019. പർട്ടിക്കുലേഴ്സ് കോളത്തിൽ ക്യാഷ് എന്നാണ് എഴുതേണ്ടത്. ബാങ്ക് കോളത്തിൽ 20,000 രേഖപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ പേയ്മെൻറ്റ് കോളത്തിൽ ബാങ്ക് എന്ന് എഴുതി പോകരുത്, അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന അക്കൗണ്ടായ ക്യാഷ് അക്കൗണ്ട് എന്നാണ് എഴുതേണ്ടത്. അപ്പോൾ ഈ ഒരു ട്രാൻസാക്ഷൻ നമ്മൾ പരിഗണിക്കുമ്പോൾ ക്യാഷ് ബുക്കിൻ്റെ ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റ് സൈഡിലും അത് റെക്കോർഡ് ചെയ്തു. അങ്ങനെ ഏതെങ്കിലും ഒരു ട്രാൻസാക്ഷൻ ക്യാഷ് ബുക്കിൻ്റെ ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റ് സൈഡിലും രേഖപ്പെടുത്തേണ്ടി വരികയാണെങ്കിൽ അത്തരം എൻട്രിയാണ് നമ്മൾ പറയുന്നത് കോൺട്രാ എൻട്രി എന്ന് പറയുന്നത്. ഇപ്പോൾ കോൺട്രാ എൻട്രി എന്ന് പറയുമ്പോൾ ക്യാഷ് ബുക്കിൽ ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റ് സൈഡിലും ഒരേ ഇടപാട് തന്നെ രേഖപ്പെടുത്തേണ്ടി വരികയാണെങ്കിൽ അത്തരം എൻട്രിയാണ് നമ്മൾ പറയുന്നത് കോൺട്രാ എൻട്രി എന്ന് പറയുന്നത്. ഈ ഒരു കോൺട്രാ എൻട്രി ആയ ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റ് സൈഡിലും രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ എമൗണ്ട് ഇനി വേറൊരു അക്കൗണ്ടിലേക്ക് ഇത് പോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ക്യാഷ് അക്കൗണ്ടും ബാങ്ക് അക്കൗണ്ടും നമ്മൾ പ്രത്യേകം വേറെ വരയ്ക്കേണ്ടതില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു കോൺട്രാ എൻട്രി ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ലെഡ്ജർ ഫോളിയോ കോളത്തിൽ സി എന്നുകൂടി മാർക്ക് ചെയ്യണം. അതേപോലെ വരുന്ന മറ്റൊരു ഇടപാടാണ് 4th February 2019 ക്യാഷ് ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക് ₹10,000. ക്യാഷ് ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്തു 10,000 റുപ്പി. അപ്പോൾ നമ്മുടെ ക്യാഷ് ബാങ്കിൽ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ രണ്ട് കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. എന്തൊക്കെയാണ്? യെസ്, ബാങ്ക് ബാലൻസ് കൂടും, ക്യാഷ് ബാലൻസോ കുറയും. നമ്മുടെ കയ്യിലുള്ള ക്യാഷ് ബാങ്കിൽ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യാണ്, അപ്പോൾ കയ്യിലുള്ള ക്യാഷ് ബാലൻസ് കുറയണം. അതേപോലെ തന്നെ ബാങ്ക് ബാലൻസ് കൂടുകയും ചെയ്യണം. അപ്പോൾ റെസീറ്റ് സൈഡിൽ ബാങ്ക് ബാലൻസ് കൂടാൻ വേണ്ടിയിട്ട് ഏത് കോളത്തിൽ എഴുതണം? ബാങ്ക് കോളത്തിൽ കാണിക്കുക. അപ്പോൾ റെസീറ്റ് സൈഡിൽ ബാങ്ക് കോളത്തിൽ 10,000 കാണിക്കുമ്പോൾ ബാങ്ക് 10,000 അത്രയും കൂടും. എന്നിട്ട് റെസീറ്റ് കോളത്തിൽ രേഖപ്പെടുത്തുക ക്യാഷ്. ഡേറ്റ് കോളത്തിൽ 4th February 2019. ഇനി നമ്മൾ ചെയ്യേണ്ടത് ക്യാഷ് കുറയണം 10,000 റുപ്പി. അപ്പോൾ ക്യാഷ് 10,000 റുപ്പി കുറയണമെങ്കിൽ പേയ്മെൻറ്റ് സൈഡിൽ ക്യാഷ് കോളത്തിൽ കാണിക്കുക 10,000, അതിന് നേർക്ക് എഴുതുക ബാങ്ക്. 4th February 2019. അപ്പോൾ ഈ ഒരു ഇടപാടും ക്യാഷ് ബുക്കിൻ്റെ രണ്ട് സൈഡിൽ നമ്മൾ രേഖപ്പെടുത്തി. അതുകൊണ്ട് ഇതിനെയും നമുക്ക് പറയാം കോൺട്രാ എൻട്രി എന്ന് പറയാം. ഇത് കോൺട്രാ എൻട്രി ആയതുകൊണ്ട് തന്നെ ലെഡ്ജർ ഫോളിയോയിൽ രണ്ട് സൈഡിലും രേഖപ്പെടുത്തുക സി എന്ന് മാർക്ക് ചെയ്യാം. ഇനി നമുക്ക് ക്യാഷ് ബുക്ക് നമുക്ക് ടോട്ടൽ ചെയ്യണം, ബാലൻസ് ചെയ്യണം. അപ്പോൾ ക്യാഷ് ബുക്ക് ടോട്ടൽ ചെയ്യുക, ബാലൻസ് ചെയ്യാൻ വേണ്ടി ആദ്യം നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ക്യാഷ് അക്കൗണ്ട് അല്ലെങ്കിൽ ക്യാഷ് കോളം നമുക്ക് ടോട്ടൽ ചെയ്യുക, ബാലൻസ് ചെയ്യാം. ക്യാഷിൻ്റെ ഡെബിറ്റിൽ വരുന്നത് 60,000, ക്രെഡിറ്റിൽ വരുന്നത് 10,000. അപ്പോൾ 60,000 രണ്ട് സൈഡിലും രേഖപ്പെടുത്തുക, ഡെബിറ്റിലും ക്രെഡിറ്റിലും. ഡിഫറൻസ് വരുന്നത് ക്രെഡിറ്റിലാണ് 50,000, അതിന് നേർക്ക് എഴുതുക ബാലൻസ് ക്യാരിഡ് ഔട്ട്. ഡേറ്റ് ലാസ്റ്റ് ട്രാൻസാക്ഷൻ ഡേറ്റ് എഴുതുക 4th February 2019. നെക്സ്റ്റ് ബാങ്ക് ടോട്ടൽ ചെയ്യാം. ഡെബിറ്റ് 35,000, ക്രെഡിറ്റ് 20,000. ഇപ്പോൾ രണ്ട് സൈഡിലും 35,000 തന്നെ രേഖപ്പെടുത്തുക. ഡിഫറൻസ് വരുന്നത് ക്രെഡിറ്റിലാണ് 15,000. അത് ബാലൻസ് ക്യാരി ഡൗൺ എന്ന് നേരത്തെ എഴുതിയിട്ടുണ്ട്, അതിന് നേർക്ക് എഴുതിയാൽ മതി 15,000. ഇപ്പോൾ രണ്ട് ബാലൻസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി ഈ രണ്ട് ബാലൻസും ടോട്ടലിന് ശേഷം ഓപ്പോസിറ്റ് സൈഡിൽ ബ്രോ ഡൗൺ ചെയ്യാം. നെക്സ്റ്റ് ഡേ ബ്രോ ഡൗൺ ചെയ്യാം. 5th February 2019 ബാലൻസ് ബ്രോ ഡൗൺ ക്യാഷ് 50,000, ബാങ്ക് 15,000. ഇപ്പോൾ കോൺട്രാ എൻട്രീസ് വെൻ
ബോത്ത് ആസ്പെക്ട്സ് ഓഫ് എ ട്രാൻസാക്ഷൻ ഈസ് റെക്കോർഡഡ് ഇൻ എ ക്യാഷ് ബുക്ക്, ഇറ്റ് ഈസ് കോൾഡ് കോൺട്രാ എൻട്രി. In such a case, the letter C must be shown in ledger folio column. Example, cash withdrawn from bank. ബാങ്കിൽ നിന്നും പൈസ പിൻവലിക്കുന്നു. ബാങ്കിൽ നിന്നും പൈസ പിൻവലിക്കുന്നു എന്ന് പറയുമ്പോൾ ക്യാഷ് നമുക്ക് കിട്ടുന്നു, ബാങ്ക് ബാലൻസ് കുറയുകയും വേണം. അപ്പോൾ ക്യാഷ് ബാലൻസ് കൂടുകയും ചെയ്യണം, ബാങ്ക് ബാലൻസ് കുറയുകയും വേണം. അതുപോലെ തന്നെ ക്യാഷ് ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക്. ബാങ്കിൽ പൈസ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യുന്നു. അപ്പം നമ്മുടെ കയ്യിലുള്ള ക്യാഷ് കുറയുകയും വേണം, ബാങ്ക് ബാലൻസ് കൂടുകയും വേണം. സിമിലർലി ഓപ്പൺഡ് എ ബാങ്ക് അക്കൗണ്ട്. ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാന്ന് പറഞ്ഞാൽ പൈസ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ട് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ പൈസ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്ത് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തു എന്ന് പറയുമ്പോൾ ക്യാഷ് കുറയുകയും വേണം, ബാങ്ക് ബാലൻസ് കൂടുകയും വേണം. നെക്സ്റ്റ് വരുന്നത് ട്രാൻസ്ഫർ ഓഫ് മണി ഫ്രം വൺ ബാങ്ക് അക്കൗണ്ട് ടു അനദർ. ഒരു ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് വേറൊരു ബാങ്ക് അക്കൗണ്ടിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ, ഇപ്പോൾ ഒന്നിലേറെ ബാങ്ക് അക്കൗണ്ടുകൾ ഉണ്ടെങ്കിൽ അത്രയും കോളംസ് നമ്മൾ ക്യാഷ് ബുക്കിൽ നമ്മൾ വരയണം. അപ്പോൾ ഒരു ബാങ്കിലെ ബാലൻസ് കൂടുകയും വേറൊരു ബാങ്കിലെ ബാലൻസ് കുറയുകയും ചെയ്യും. അപ്പോൾ അതും കോൺട്രാ എൻട്രീസിന് എക്സാമ്പിളായിട്ട് വരും. നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ കൂടി നോക്കാം. Record the following transactions in a double column cash book. 1st January 2019 started business with cash 50,000. 2nd January 2019 opened a bank account rupees 20,000. 3rd January 2019 cash purchase 15,000. 4th January 2019 salary paid by check rupees 10,000. 5th January 2019 cash sales rupees 3,000. 6th January 2019 cash withdrawn from bank rupees 13,000. ഇപ്പോൾ ഇവിടെ ഒരു ഡബിൾ കോളം ക്യാഷ് ബുക്ക് നമ്മൾ വരയാം. അതിനുശേഷം ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് ഒന്നും തന്നിട്ടില്ല, അതുകൊണ്ട് തന്നെ ആദ്യത്തെ ട്രാൻസാക്ഷൻ നമുക്ക് റെക്കോർഡ് ചെയ്യാം. 1st January 2019 സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് rupees 50,000. 50,000 rupees കൊണ്ടുവന്ന് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുകയാണോ ചെയ്യുന്നത്, കൊടുക്കുകയാണോ ചെയ്യുന്നത്? യെസ്, ബിസിനസ് സംബന്ധിച്ചിടത്തോളം അത് റെസീറ്റ് ആണ്. അതുകൊണ്ട് തന്നെ റെസീറ്റ് സൈഡിൽ അല്ലെങ്കിൽ ഡെബിറ്റ് സൈഡിൽ കാണിക്കണം. ഏത് കോളത്തിൽ? ക്യാഷാണ് കൊണ്ടുവരുന്നത്, അപ്പോൾ ഏത് കോളമായിരിക്കും? ക്യാഷ് കോളത്തിലാണ് കാണിക്കേണ്ടത്. ഇപ്പോൾ കാണിക്കുക 1st January 2019 ക്യാപിറ്റൽ 50,000. നെക്സ്റ്റ് 2nd January 2019 ഓപ്പൺഡ് എ ബാങ്ക് അക്കൗണ്ട് rupees 20,000. 20,000 rupees ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ട് ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തു എന്ന് പറയുമ്പോൾ ബാങ്ക് ബാലൻസ് കൂടുകയും ചെയ്യണം, കയ്യിലുള്ള ക്യാഷ് ബാലൻസ് കുറയുകയും വേണം. അപ്പോൾ ക്യാഷ് ബാലൻസ് കുറയുകയും വേണം, ബാങ്ക് ബാലൻസ് കൂടുകയും വേണം. അപ്പോൾ ബാങ്ക് ബാലൻസ് കൂടണമെങ്കിൽ റെസീറ്റ് സൈഡിൽ ബാങ്ക് കോളത്തിൽ അത് രേഖപ്പെടുത്തുക 20,000. അപ്പോൾ ബാങ്ക് കോളത്തിൽ 20,000 കാണിക്കുമ്പോൾ റെസീറ്റ് കോളത്തിൽ ക്യാഷ് എന്നാണ് കാണിക്കേണ്ടത്, ഡേറ്റ് കോളത്തിൽ 2nd January 2019. അപ്പോൾ റെസീറ്റ് സൈഡിൽ ബാങ്ക് കോളത്തിൽ 20,000 കാണിച്ചു എന്ന് പറയുമ്പോൾ ബാങ്ക് ബാലൻസ് 20,000 കൂടും. ഇനി ക്യാഷ് ബാലൻസ് കുറയണം, കാരണം ക്യാഷ് ബാങ്കിൽ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്തു. അപ്പോൾ ക്യാഷ് ബാലൻസ് കുറയാൻ വേണ്ടിയിട്ട് പേയ്മെൻറ്റ് സൈഡിൽ ക്യാഷ് കോളത്തിൽ കാണിക്കുക 20,000. 2nd January 2019 ബാങ്ക് എന്ന് എഴുതിയിട്ട് ക്യാഷ് കോളത്തിൽ കാണിക്കുക 20,000. അപ്പോൾ ഇത് ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റ് സൈഡിലും രണ്ട് സൈഡിലും വന്നു. അതുകൊണ്ട് തന്നെ ഇത് കോൺട്രാ എൻട്രി ആണ്. അതുകൊണ്ട് ലെഡ്ജർ ഫോളിയോയിൽ രണ്ട് സൈഡിലും കാണിക്കുക സി എന്ന് മാർക്ക് ചെയ്യുക. നെക്സ്റ്റ് 3rd January 2019 ക്യാഷ് പർച്ചേസ് rupees 15,000. സാധനങ്ങൾ പൈസ കൊടുത്ത് വാങ്ങിച്ചു. അപ്പോൾ ഏതായിരിക്കും സൈഡ്? യെസ്, പേയ്മെൻറ്റ് സൈഡ് ആയിരിക്കും. ഇനി ഏതായിരിക്കും കോളം? ക്യാഷല്ലേ കൊടുക്കുന്നത്, അപ്പോൾ സ്വാഭാവികമായിട്ടും ക്യാഷ് കോളത്തിലായിരിക്കും. ഇപ്പോൾ 3rd January 2019 പർച്ചേസ് 15,000 ക്യാഷ് കോളം. നെക്സ്റ്റ് 4th January 2019 സാലറി പെയ്ഡ് ബൈ ചെക്ക് 10,000. ഇപ്പോൾ ഏതായിരിക്കും സൈഡ്? യെസ്, പെയ്ഡ് ആണ്, അതുകൊണ്ട് തന്നെ പേയ്മെൻറ്റ് സൈഡാണ്. ഇനി ഏതായിരിക്കും കോളം? ചെക്കാണ് പേ ചെയ്യുന്നത്, അതുകൊണ്ട് ബാങ്ക് കോളമായിരിക്കും. ഇപ്പോൾ 4th January 2019 സാലറി ബാങ്ക് കോളത്തിൽ 10,000. നെക്സ്റ്റ് 5th January 2019 ക്യാഷ് സെയിൽസ് 3,000. സാധനങ്ങൾ പൈസക്ക് വിറ്റു എന്ന് പറയുമ്പോൾ ഏത് സൈഡായിരിക്കും? റെസീറ്റ് സൈഡായിരിക്കുമോ പേയ്മെൻറ്റ് സൈഡായിരിക്കുമോ? യെസ്, റെസീറ്റ് സൈഡായിരിക്കും, കാരണം ക്യാഷ് കിട്ടുന്നതാണ്. അപ്പോൾ റെസീറ്റ് സൈഡിൽ ക്യാഷ് കോളത്തിലാണ് കാണിക്കേണ്ടത്.
5th January 2019 സെയിൽസ് ക്യാഷ് കോളത്തിൽ 3000. നെക്സ്റ്റ് 6th January 2019 ക്യാഷ് വിഡ്രോൺ ഫ്രം ബാങ്ക് ₹13,000. ബാങ്കിൽ നിന്നും പൈസ പിൻവലിച്ചു. അപ്പോൾ ബാങ്കിൽ നിന്നും പൈസ പിൻവലിച്ചു എന്ന് പറയുമ്പോൾ നമുക്ക് ക്യാഷ് കിട്ടും, ബാങ്ക് ബാലൻസ് കുറയണം. അപ്പോൾ ക്യാഷ് കിട്ടുമെന്ന് പറയുമ്പോൾ റെസീറ്റ് സൈഡിൽ ക്യാഷ് കോളത്തിൽ രേഖപ്പെടുത്തണം. അപ്പോൾ റെസീറ്റ് സൈഡിൽ ക്യാഷ് കോളത്തിൽ 13,000 എഴുതി കഴിഞ്ഞാൽ ക്യാഷ് ബാലൻസ് അത്രയും കൂടും, അത്രയും നമുക്ക് കിട്ടിയതായിട്ട് വരും. അപ്പോൾ അതിൻ്റെ എൻട്രി റെക്കോർഡ് ചെയ്യുക. 6th January 2019 റെസീറ്റ് കോളത്തിൽ ബാങ്ക്, ക്യാഷ് കോളത്തിൽ 13,000. ഇനി ബാങ്കിൽ നിന്നാണ് പൈസ പിൻവലിച്ചത്, അതുകൊണ്ട് തന്നെ ബാങ്ക് ബാലൻസ് കുറയണം. അപ്പോൾ പേയ്മെൻറ്റ് സൈഡിൽ ബാങ്ക് കോളത്തിൽ അത് റെക്കോർഡ് ചെയ്യണം. 6th January 2019 ക്യാഷ് ബാങ്ക് കോളത്തിൽ 13,000. ഇനി ഇതോടുകൂടി തന്നിരിക്കുന്ന ട്രാൻസാക്ഷൻസ് കംപ്ലീറ്റ് നമ്മൾ റെക്കോർഡ് ചെയ്തു. ഇനി നേരത്തെ ചെയ്തതുപോലെ ക്യാഷ് കോളവും ബാങ്ക് കോളവും പ്രത്യേകം ബാലൻസ് ചെയ്യാം. ആദ്യം ക്യാഷ് കോളം ബാലൻസ് ചെയ്യുക. ക്യാഷിൻ്റെ ഡെബിറ്റ് ടോട്ടൽ നോക്കുമ്പോൾ 66,000 വരും. ക്രെഡിറ്റ് ടോട്ടൽ കാണുന്നത് 35,000 ഉള്ളൂ. അപ്പോൾ കൂടുതൽ കിട്ടുന്നത് ഡെബിറ്റിലാണ്, 66,000 അത് തന്നെ ക്രെഡിറ്റിലും രേഖപ്പെടുത്തും. അതിനുശേഷം ഡിഫറൻസ് വരുന്നത് 31,000 ക്രെഡിറ്റിലാണ്, അതിന് നേർക്ക് എഴുതുക ബാലൻസ് ക്യാരി ഡൗൺ. ഇനി ബാങ്കും കൂടി അതുപോലെ ടോട്ടൽ ചെയ്ത് ബാലൻസ് ചെയ്യാം. ബാങ്ക് കോളത്തിൽ ഡെബിറ്റിൽ ടോട്ടൽ കിട്ടുന്നത് 20,000 ആണ്, പക്ഷേ ക്രെഡിറ്റിൽ 23,000 ഉണ്ട്. കൂടുതൽ കിട്ടുന്നത് ക്രെഡിറ്റിലാണ്. ആ ക്രെഡിറ്റിൽ കിട്ടിയ ടോട്ടൽ 23,000 ക്രെഡിറ്റിലും ഡെബിറ്റിലും രേഖപ്പെടുത്തും. ഇനി ഡിഫറൻസ് ആയിട്ട് വരുന്നത് ഡെബിറ്റിലാണ് 3,000 റുപ്പി, അതിന് നേർക്ക് എഴുതുക ബാലൻസ് ക്യാരി ഡൗൺ ബാങ്ക് കോളത്തിൽ 3,000. അതിൻ്റെ ഡേറ്റ് കാണിക്കേണ്ടത് അവസാനത്തെ ട്രാൻസാക്ഷൻ ഡേറ്റ് ആയ 6th January 2019 ആണ്. ഇനി ഈ രണ്ട് ബാലൻസും ടോട്ടലിന് ശേഷം ഓപ്പോസിറ്റ് സൈഡുകളിലായിട്ട് ബ്രോ ഡൗൺ ചെയ്യാം. അപ്പോൾ ക്യാഷിൻ്റെ ക്യാരി ഡൗൺ ആയിട്ട് നമ്മൾ എഴുതിയിരിക്കുന്നത് ക്രെഡിറ്റ് സൈഡിലാണ്, ബാലൻസ് ക്യാരി ഡൗൺ 31,000. അത് ടോട്ടലിന് ശേഷം ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ ഡെബിറ്റ് സൈഡിൽ രേഖപ്പെടുത്തുക 7th January 2019 ബാലൻസ് ബ്രോ ഡൗൺ ക്യാഷ് കോളത്തിൽ 31,000. ഇനി ബാങ്കിൻ്റെ ക്ലോസിംഗ് ബാലൻസ് ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഡെബിറ്റ് സൈഡിലാണ്, ബാലൻസ് ക്യാരി ഡൗൺ 3,000. അത് നമ്മൾ ബ്രോ ഡൗൺ ചെയ്യുക. ടോട്ടലിന് ശേഷം ഓപ്പോസിറ്റ് സൈഡിൽ ബാലൻസ് ബ്രോ ഡൗൺ 3,000 ബാങ്ക് കോളത്തിൽ. ഇപ്പോൾ ഇവിടെ ബാങ്കിൻ്റെ ബാലൻസ് എന്ന് പറയുന്നത് ക്രെഡിറ്റ് ബാലൻസ് ആണെന്ന് നമുക്ക് പറയാം. കാരണം ബാലൻസ് ബ്രോ ഡൗൺ എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നത് ക്രെഡിറ്റ് സൈഡിലാണ്, അതുകൊണ്ട് തന്നെ ബാങ്ക് ബാലൻസ് ക്രെഡിറ്റ് ആണെന്ന് നമുക്ക് പറയാം. അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്കിൻ്റെ ഡെബിറ്റ് ടോട്ടൽ നമുക്ക് നേരത്തെ കിട്ടിയത് 20,000 ആണ്, ക്രെഡിറ്റ് ടോട്ടൽ കിട്ടിയത് 23,000 ആണ്. കൂടുതൽ കിട്ടിയത് ക്രെഡിറ്റിലാണ്, അതുകൊണ്ട് തന്നെ ബാങ്കിൻ്റെ ബാലൻസ് ക്രെഡിറ്റ് ബാലൻസ് ആണെന്ന് നമുക്ക് പറയാം. അങ്ങനെ ബാങ്കിൻ്റെ ബാലൻസ് ക്രെഡിറ്റ് ബാലൻസ് ആണെങ്കിൽ അതിനെയാണ് നമ്മൾ പറയുന്നത് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എത്ര തുകയാണോ ബാങ്കിൽ നിക്ഷേപിച്ചത് അതിനേക്കാൾ കൂടുതൽ തുക ബാങ്കിൽ നിന്ന് പിൻവലിക്കുകയാണെങ്കിൽ ആ കൂടുതലായിട്ട് പിൻവലിച്ച തുകക്കാണ് നമ്മൾ പറയുന്നത് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. ഈ ഒരു എക്സാമ്പിളിൽ 20,000 റുപ്പീസാണ് നമ്മൾ ബാങ്കിൽ നിക്ഷേപിച്ചത്, പക്ഷെ നമ്മൾ പിൻവലിച്ചത് 23,000 പിൻവലിച്ചു. 3,000 റുപ്പീസ് എക്സ്ട്രാ പിൻവലിച്ചു. ആ എക്സ്ട്രാ പിൻവലിച്ച 3,000 റുപ്പീസ് നമുക്ക് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ആണെന്ന് പറയാം, അതല്ലെങ്കിൽ ബാങ്കിന് ക്രെഡിറ്റ് ബാലൻസ് ആണെന്ന് നമുക്ക് പറയാം. നോക്കാം, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്. വെൻ ദി എമൗണ്ട് വിഡ്രൂ ഫ്രം ബാങ്ക് ഈസ് മോർ ദാൻ ഡെപ്പോസിറ്റ് ഇറ്റ് ഈസ് കോൾഡ് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്. In such a case, bank will have a credit balance. നെക്സ്റ്റ് ഒരു അസൈൻമെൻ്റ് ആണ്. ഈ അസൈൻമെൻറ്റ് ഇപ്പോൾ തന്നെ ചെയ്യുക. നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതിൻ്റെ ആൻസർ ഉണ്ടായിരിക്കും, ആ സമയത്ത് വെരിഫൈ ചെയ്യാം. നെക്സ്റ്റ് കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു അസൈൻമെൻറ്റ് തന്നിരുന്നു, അതിൻ്റെ ആൻസർ നിങ്ങളെല്ലാവരും ചെയ്തു കാണുമെന്ന് കരുതുന്നു. അതിൻ്റെ ആൻസറാണ് ഇപ്പോൾ ഡിസ്പ്ലേ ചെയ്യുന്നത്. ആ ആൻസർ ഇപ്പോൾ ചെക്ക് ചെയ്യുക. മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ ആ മിസ്റ്റേക്കുകൾ ഇപ്പോൾ കറക്റ്റ് ചെയ്യുക. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.